ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മറന്ന് മുന്നോട്ടു പോയാൽ CPM ബാക്കിയുണ്ടാകില്ലെന്ന് സീതാറാം യെച്ചൂരി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കാൻ കോഴിക്കോട് നടന്ന മേഖലാ യോഗത്തിലാണ് യെച്ചൂരിയുടെ ഓർമ്മപ്പെടുത്തൽ. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ലോക്കൽ സെക്രട്ടറി വരെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളായി സംസ്ഥാന സമിതി കണ്ടെത്തിയ കാര്യങ്ങൾ നേരത്തെ കേന്ദ്ര കമ്മിറ്റി തള്ളിയിരുന്നു. മത സാമുദായിക ഘടകങ്ങളാണ് പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളെന്നായിരുന്നു സംസ്ഥാന സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. അതിനു പിന്നാലെയാണ് CPMൽ പതിവില്ലാത്ത മേഖലായോഗങ്ങളും ചർച്ചകളുമായി കേന്ദ്ര കമ്മിറ്റി രംഗത്ത് വന്നത്. സംസ്ഥാന നേതാക്കൾക്ക് പുറമെ കേന്ദ്ര നേതാക്കളും യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കും. ഇത്തരത്തിലുള്ള ആദ്യ മേഖലായോഗം കണ്ണൂരിലായിരുന്നു. യോഗത്തിൽ PB അംഗം പ്രകാശ് കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ CPMന് ത്രിപുരയും ബംഗാളും പാഠമാകണമെന്ന് ഓർമ്മിപ്പിച്ച കാരാട്ട് BJPയുടെ കേരളത്തിലെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്നും പറഞ്ഞിരുന്നു. സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കിയത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മറന്നതാണ് പരാജയ കാരണമെന്ന് അദ്ദേഹം കേഡർമാരോട് വിശദീകരിച്ചു. പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായി. പാർട്ടി നേതൃത്വം ജനങ്ങളിൽ നിന്നകന്നു. CPM സ്വാധീന മേഖലയിൽ പോലും BJP ഗണ്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു. പരമ്പരാഗതമായി കിട്ടിയിരുന്ന വോട്ട് പോലും ഇത്തവണ നഷ്ടപ്പെട്ടു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തണം. വികസനമെന്ന് പറഞ്ഞാൽ മാത്രം ജനങ്ങളെ കൂടെ നിർത്താനാവില്ലെന്നും അവരുടെ ജീവൽ പ്രശ്നങ്ങളെ പരിഗണിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ തോൽവിക്ക് കാരണമായെന്ന് പല ജില്ലാ കമ്മിറ്റികളിലും നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും സർക്കാരിന്റെ പ്രവർത്തനവും ക്ഷേമ പദ്ധതികളിൽ നിന്ന് അകന്നുപോയതും തോൽവിക്ക് കാരണമായതായി ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നിരുന്നു. അതിനെ തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സമിതി കേന്ദ്ര കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ 2019 സമാനമായ തോൽവിയാണ് 24ലും CPMനുണ്ടായതെന്നും ഇത് നിരാശാജനകമാണെന്നുമായിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. കേരളത്തിലെ പാർട്ടി ഘടകത്തിന് ആവശ്യമായ തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കാൻ യോഗം PBയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജനം, കോഴിക്കോട്.